സെറ്റായി പഠിച്ച് പ്രിപ്പയർ ആവാൻ നിൽക്കുകയാണ് അല്ലേ. അപ്പം മക്കളെ ഇതാ നിങ്ങൾക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം മോർഫോളജി നമുക്കറിയാം വളരെയധികം കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10-20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചേർച്ചുകൊണ്ടായിട്ടിരിക്കുക. മോർഫോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പ്സുകളാണ് പറയാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഇവിടെ നമുക്ക് വീനേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ. വാട്ട് ഈസ് വീനേഷൻ എന്ന് പറയുന്നത്? വീനേഷൻ ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓഫ് ലീഫ് ലാമിന. ഒരു ലീഫിന്റെ ലാമിന എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ പ്ലേറ്റ് പോലെ തുറന്നു നിൽക്കുന്ന ആ ഭാഗത്തെയാണ്. ആ ലീഫ് ലാമിനയിൽ എങ്ങനെയാണോ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ലീഫ് ലാമിന. അത് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നോക്കിക്കേ, ഒന്നാമത്തേതാണ് നമ്മുടെ റെട്ടിക്കുലേറ്റ് വീനേഷൻ. രണ്ടാമത്തേതാണ് നമ്മുടെ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നെറ്റ്വർക്ക് ആണ്. നമ്മളൊരു ലീഫ് വരയ്ക്കുമ്പം അതിലേക്ക് ഓരോ വെയിൻസും എന്ത് ചെയ്യാണ്? ഇതുപോലെ നെറ്റായിട്ട് ഫോം ചെയ്യാണ്. ആ ഒരു നെറ്റ്വർക്ക് ഓഫ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ. റെട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് തന്നെയാണ് ആ ടേം ഉദ്ദേശിക്കുന്നത്. സോ വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. അത് എന്തിന്റെ പ്രത്യേകതയാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ന് പറയുന്നത് ഈ ഒരു റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ആയിട്ട് ലൈൻസ് നിൽക്കുന്നത്. അതേപോലെ ലീഫിൽ പാരലൽ ആയിട്ടാണ് വെയിൻസ് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ലീഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ മിഡ്രിപ്പിന്റെ പാരലൽ ആയിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഇനി നമ്മളെ ബനാന ലീഫ് വരയ്ക്കുമല്ലോ. ബനാന ലീഫിൽ എന്താണ്? ഒന്നെങ്കിൽ ഇങ്ങനെ പാരലൽ ആയിട്ട് പോകും. ഇതുപോലെ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വീനേഷനെയാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കുക, അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? മോണോകോട്ടിലഡൻസിന്റെ എക്സാമ്പിൾ. അപ്പം മാംഗോയിൻ്റെ ഒക്കെ ലീഫ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം റെട്ടിക്കുലേറ്റ് വീനേഷൻ. നമ്മുടെ ബനാന ലീഫിന്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? പാരലൽ വീനേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഗ്രാസസിലൊക്കെ എന്താണ്? മോണോകോട്ടിലഡൻസിന്റെ ഫീച്ചറാണ് പാരലൽ വീനേഷൻ. ഡൈകോട്ടിലഡൻസിന്റെ ഫീച്ചറാണ് എന്ത്? നമ്മൾ പറയുന്ന ഈ റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ലീഫ് തന്നെ നമുക്ക് പറയാം. 2 ടൈപ്പ് ഓഫ് ലീഫ് നമ്മൾ പറയുന്നുണ്ട്. സിമ്പിൾ ലീഫും അതുപോലെ തന്നെ കോമ്പൗണ്ട് ലീഫും. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെമ്മ്, അതിൽ നിന്ന് ലീഫുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതിനാണ് നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന സ്റ്റെമ്മിൽ നിന്ന് വീണ്ടും ലീഫ് ഇങ്ങോട്ട് പോകുന്നു. ആ ഓരോ ബ്രാഞ്ചിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഓരോന്ന് കട്ട് ചെയ്ത് പോകുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ച് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. ഈ ഒരു സിംഗിൾ ലീഫ് എന്ത് ചെയ്തു? എവല്യൂഷന്റെ ഭാഗമായിട്ട് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തു? സിമ്പിൾ ചെറിയ ലീഫുകളായി. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന ലീഫ് എന്ത് ചെയ്തു? വീണ്ടും ചെറിയ ലീഫായി മാറി. നമ്മൾ നെല്ലിയുടെ പുളിയുടെ ഒക്കെ കാണുന്നത് ആ ഒരു അറേഞ്ച്മെന്റ് ഓഫ് ലീഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് ലീഫ് തന്നെ എത്ര ഉണ്ട്? 2 എണ്ണത്തിൽ നമ്മൾ പറയും പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ലീഫ് എന്ന് പറയുന്നതില്ല ചെറിയ ലീഫുകൾ എന്ത് ചെയ്യും? ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. എന്താണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇനി പാം എന്ന് പറയുമ്പോൾ നമ്മുടെ പാം ഓർത്താൽ മതി. ഈ പാം വെച്ചിട്ട് നമ്മൾ മിസ് ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് ഓർത്തോ. ഒരൊറ്റ പോയിന്റിൽ നിന്ന് 1 2 3 4 5 അല്ലേ, ഒരൊറ്റ ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 5 ലീഫ് അറേഞ്ച് ചെയ്ത് നമ്മുടെ പാം പോലെ. അതിനാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ 2 ടൈപ്പ് ഓഫ് ലീഫ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ലീഫ്, രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ടും. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഫില്ലോടാക്സി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ലീവ്സ് ഓൺ ദി സ്റ്റെം ഓർ ബ്രാഞ്ച് അല്ലെ. ഒരു ബ്രാഞ്ചിൽ ലീഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ ബ്രാഞ്ച് വരയ്ക്കുകയാണെങ്കിൽ ഈ ബ്രാഞ്ചിൽ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് പറയുന്നത്. എന്താണ്? ഫില്ലോടാക്സി. ഫില്ലോ എന്ന് പറഞ്ഞാൽ ലീഫാണ്. ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ആ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റിന്റെ ഇതിൽ വെച്ച് പറയുന്നതാണ്. സോ ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം,
ഒന്ന് ഓൾട്ടർനേറ്റ്, രണ്ടാമത്തേത് ഓപ്പോസിറ്റ്, മൂന്നാമത്തെ വേൾഡ്. നമുക്ക് നോക്കാം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഒരു ബ്രാഞ്ചിന് ലീഫ് എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത്. അതേ സമയത്ത് നോക്കാം ഓൾട്ടർനേറ്റ്, ഒന്ന് ഇവിടെയാണെങ്കിൽ തൊട്ട് മേലെയായിട്ട് ഇപ്പുറത്താണ്, പിന്നെയോ തൊട്ട് മേലെ ഇപ്പുറത്ത്. അപ്പം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന്. മൂന്നാമതായിട്ട് നോക്കിയാൽ വേൾഡ് ആയിട്ടാണ്, അതായത് ഒറ്റ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വേൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വേൾഡ് ഫിലോടാക്സി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയില്ല. അപ്പം ഓൾട്ടർനേറ്റീവ് നിങ്ങൾ എക്സാമ്പിൾ ഓർക്കുക മസ്റ്റാർഡ് ആൻഡ് സൺഫ്ലവർ, ഓപ്പോസിറ്റിന് ഓർക്കുക കെലോട്രോപിസ് ഗൗവ പേരയുടെ ഒക്കെ, അതുപോലെ വേൾഡിന് നിങ്ങൾ ഓർത്ത് വെക്കുക അൽസ്റ്റോണിയ ഒക്കെ. ഓക്കെ, അപ്പൊ ഇതുപോലെ എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. സെറ്റ് അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ഫിലോടാക്സി വരുന്നത്, ഓപ്പോസിറ്റ്, ഓൾട്ടർനേറ്റ് ആൻഡ് വേൾഡ്. സെറ്റാണോ മക്കളെ? അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ലീഫിന്റെ സെക്ഷൻ അടിപൊളിയായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണിത്, മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മൾ ഫ്ലവേഴ്സിലേക്ക് വരുമ്പം നമുക്ക് ഇൻഫ്ലോറസൻസ് പഠിക്കാനുണ്ട്. ഇൻഫ്ലോറസൻസ് രണ്ടെണ്ണമാണ് പഠിക്കേണ്ടത്, ഒന്ന് റെസിമോസും രണ്ടാമത്തേത് സൈമോസും. റെസിമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അക്രോപീറ്റൽ സക്സഷൻ ആണ്. നമ്മൾ മാംഗോയിൻ്റെ നീമിൻ്റെ കോർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇങ്ങനെ പൂ ഉണ്ടായി എന്ത് ചെയ്യും, അതിനെ ടിപ്പിലേക്കാണ് ചെറിയ മുട്ടുണ്ടായി വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ, വളർച്ച നടക്കാണ്, ഡെവലപ്മെന്റ് അവിടെ നടക്കാണ്, ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് നടക്കാണ്. അപ്പോൾ വളർച്ച നടക്കുന്നു, ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അക്രോപീറ്റൽ സെക്ഷൻ ആണ്, ടിപ്പിലേക്കാണ് ഗ്രോത്ത് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, മാംഗോ, നീം, ഗുൽമോഹർ. ഇനി രണ്ടാമതായിട്ട് നോക്കിക്കേ സൈമോസ് ഇൻഫ്ലോറസൻസ്. സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ടിപ്പിൽ ഫ്ലവർ ഉണ്ടായി, പിന്നെ സൈഡ് ലാറ്ററൽ ആയിട്ടാണ് ബഡ് ഉണ്ടാകുന്നത്. അപ്പൊ ടിപ്പിൽ എന്തായി, ഫ്ലവർ ഉണ്ടായി, പിന്നീട് ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല. അവിടെ എന്താണ്, ലിമിറ്റഡ് ഗ്രോത്ത് ആണ്, ബേസി പീറ്റൽ ഓർഡർ സെക്സേഷൻ ആണ്, ബേസി പീറ്റൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലവറിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ജാസ്മിനും കെലോട്രോപിസും. ഓക്കെ, അപ്പം ഗുൽമോഹർ ഒക്കെ നമ്മൾ എവിടെയാ പറയുന്നത്, റെസിമോസ് ഇൻഫ്ലോറസൻസ്. സൈമോസിന് എക്സാമ്പിൾ ആണ് ജാസ്മിനും കെലോട്രോപിസും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ല? അപ്പൊ ഇൻഫ്ലോറസൻസ് സെറ്റ് ആയല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ബൈസെക്ഷലും അതുപോലെ യൂണിസെക്ഷലും ഫ്ലവർ പറയുന്നുണ്ട്. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലവറിൽ തന്നെ, ഇപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. അതാണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്സും അതിൽ കാണാം. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിയുടെ ഒക്കെ കേസിൽ പറയുന്ന പോലെ ഒന്നെങ്കിൽ ഒരു ആൺ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മെയിൽ പ്ലാന്റിനെ നമുക്ക് കാണാം, വേറെ ആയിട്ടാണ് ഫീമെയിൽ പ്ലാന്റ് ഉള്ളത്. ഒന്നെങ്കിൽ പിസ്റ്റലേറ്റ് ഫ്ലവർ ആയിരിക്കും, മറ്റേത് സ്റ്റാമിനേറ്റ് ആയിരിക്കും. രണ്ടും ഒന്നിച്ച് കാണാൻ കഴിയില്ല. അപ്പൊ സിംഗിൾ ആയിട്ട് കാണുന്നതിന് നമ്മൾ യൂണിസെക്ഷൽ എന്നും രണ്ടും കൂടെ ഒന്നിച്ച് കാണുന്നതിന് ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലവറിന്റെ സിമ്മട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഒരു ഫ്ലവർ നമ്മൾ എടുക്കുമ്പം അതിലെ എല്ലാ പ്ലെയിനും നമ്മൾ കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ട് ഹാഫ്സ് കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ ആക്ടിനോമോർഫിക് എന്നാണ് പറയാം. രണ്ടാമത്തെ ആക്ടിനോമോർഫിക്, ഓക്കെ, അതായത് റേഡിയൽ സിമ്മട്രി എന്ന് നമ്മൾ പറയും. എന്നാണ് റേഡിയൽ സിമ്മട്രി. അത് എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്, ഡാച്ചുറ, ചില്ലറി, നമ്മുടെ ഹിബിസ്കസ് ഒക്കെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ സൈഗോമോർഫിക് ആണ്, അതായത് ബൈലാറ്ററൽ സിമ്മട്രി. നമുക്ക് ഒരു പ്ലെയിനിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഈക്വൽ ഹാഫ് ആയിട്ട് മുറിക്കാൻ പറ്റും. ഇങ്ങനെ മുറിച്ചാൽ എന്താ, ഇപ്പുറത്ത് വേറെ ഷേപ്പ്, ഇപ്പുറത്ത് വേറെ ഷേപ്പ്, ഒരേപോലെ കിട്ടില്ല. അപ്പൊ ഒരു പ്ലെയിനിൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആക്കി ഇങ്ങനെ മുറിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സൈഗോമോർഫിക്, ദാറ്റ് ഈസ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നോക്കിക്കേ അസിമെട്രിക് ആണ്. ഏത് പ്ലെയിന് കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമെട്രിക് എന്ന് പറയുന്നത്. ഇറഗുലർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ മൂന്ന് സിമെട്രി മനസ്സിലായല്ലോ, ആക്ട്രോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അസിമെട്രിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, വേറെ ഒന്ന് പൊസിഷൻ വെച്ചിട്ടാണ്. അതായത് ഒന്നാമത്തേത് ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് ഗൈനം എന്ന് പറയുമ്പോൾ അവിടെ ഫീമെയിലാണ് ഓർമ്മ, അതായത് നമ്മുടെ ഗൈനീഷ്യം. ഈ ഗൈനീഷ്യമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ ഭരിക്കുന്നത് ഗൈനീഷ്യമാണെന്ന് ഓർക്കുക. അപ്പൊ ഗൈനീഷ്യമാണ് ഏറ്റവും മേലെ പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നു. സോ ഓവർ ഈസ് സുപ്പീരിയർ. അതിന് എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാളൊക്കെ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് MCB. ഓക്കെ, MCB എന്ന് ഓർത്താൽ മതി. MCB നോക്കുക, എന്താണ് നോക്കിക്കേ, ഈ ആന്തർ തുടങ്ങുന്നുണ്ട് ഇവിടെ. ആന്തേഴ്സ് തുടങ്ങുന്നതിന് മുന്നേ അതായത് പെറ്റല്, സെപ്പൽ ഇതൊക്കെ താഴെയാണ്, ഏറ്റവും മേലെയായിട്ടാണ് ഓവർ നിൽക്കുന്നത്. അപ്പോൾ ഓവറി സുപ്പീരിയർ ആയിട്ടാണെങ്കിൽ അത് ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെന്ന് ഓർക്കുക, ഹൈപ്പോഗൈനസ്. ഇനി രണ്ടാമത്തെ എന്താണ്, പെരിഗൈനസ് ഫ്ലവർ ആണ്. പെരിഗൈനസ് ഫ്ലവർ നിങ്ങൾ ഓർക്കുക, ആദ്യം തന്നെ ഓർക്കേണ്ടത് ഓവറി ഇതുപോലെ താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ നടുഭാഗത്ത് നിന്ന്, ഓവറിൻ്റെ ഒരു നടുഭാഗത്ത് നിന്നാണ് എന്ത് തുടങ്ങുന്നത്, ഈ പറയുന്ന പെറ്റല്, സെപ്പല്, ആന്തർ ഒക്കെ തുടങ്ങുന്നത്. സോ ഓവർ ഈസ് ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ എന്ന് നമുക്ക് പറയാം.
ഓക്കെ, ഓവറി ഹാഫ് ഇൻഫീരിയർ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് പ്ലം റോസും പീച്ചൊക്കെ PP, പ്ലം റോസും പീച്ചും വരുന്നത് എവിടെയാണ്? പെരിഗൈനസ്. PP ആണെന്ന് ഓർത്താൽ മതി. പെരിഗൈനസിൽ പ്ലം റോസ് പീച്ച് എല്ലാം PP. അപ്പൊ അവിടെ നോക്കുക, ഓവറിന്റെ സെൻട്രലിൽ നിന്ന് ആ ഒരു ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓവറി ഹാഫ് ഇൻഫീരിയർ ആണെന്ന് ഓർക്കുക, പ്ലം റോസും പീച്ചും. ഇനി ഒന്നുകൂടെ ഉണ്ട് എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസിൽ നോക്കിക്കേ, ഇവിടെ താഴോക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്. ഓവറി ഉള്ളതിലാക്കി തലാമസ് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ജാർ ഷേപ്പ് ഫോം ചെയ്തു. തലാമസ് ഇങ്ങനെ ജാർ ഷേപ്പ് ഫോം ചെയ്ത തലാമസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് ഓവറി നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എപ്പിഗൈനസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓവറി താന്നു, അതിന്റെ മേലെ ആയിട്ടാണ് ആര് വരുന്നത്, നമ്മുടെ ആന്തർ, പെറ്റല്, സെപ്പലൊക്കെ ഓവറിന്റെ മേലത്തെ പോർഷനിലേക്ക് എത്തി ഇല്ലേ. അപ്പം ഓവറിന്റെ മേലെയാണ് ആന്തർ, പെറ്റലൊക്കെ വരുന്നത്. ഓവറി കംപ്ലീറ്റ്ലി ഇൻഫീരിയർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ഓർത്തു വെക്കുക, ഗൗവ, അതുപോലെ കുക്കുംബർ, സൺഫ്ലവർ, GCS ഓർത്തു വെക്കുക. ഗൗവയില് പേര, അതുപോലെ കുക്കുംബർ, സൺഫ്ലവർ, റേ ഫ്ലവറിലൊക്കെ എന്താണ് ഈ ഒരു എപ്പിഗൈനസ് കണ്ടീഷൻ ആണ്. സോ ഓവർ ഈസ് ഇൻഫീരിയർ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ മക്കളെ, ഫ്ലവറിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത്, ഈസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്? മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ ദ ഫ്ലോറൽ ബഡ്. ഒരു ഫ്ലവറിൽ എങ്ങനെയാണ് അതിന്റെ ഇതളുകൾ, പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ സെപ്പൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈസ്റ്റ് ഡിവിഷൻ നോക്കിയാൽ നമുക്ക് ഇത്രയും ടൈപ്പ് പഠിക്കാനുണ്ട്: വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി അല്ലെങ്കിൽ പാപ്പലോണേഷ്യസ്. വാൽവേറ്റ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം, ഇതിങ്ങനെ തൊട്ടാണ് നിൽക്കുക, തോള് തൊട്ട് ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാൽവേറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കണം, കാലോട്രോപ്പീസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത് നോക്കിക്കേ, ട്വിസ്റ്റഡ് എന്ന് പറയുമ്പോഴോ ഒന്ന് തോള് കയറി നമ്മളിങ്ങനെ കുട്ടികളെ അറേഞ്ച് ചെയ്ത് നിർത്തുമ്പോൾ അതിന് തോള് കയറി ഓവർലാപ്പ് ചെയ്ത് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു അറേഞ്ച്മെന്റിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിക്ചറിൽ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞു. ഒന്നിനെ ട്വിസ്റ്റ് ചെയ്ത് അത് ഓരോ സൈഡ് കയറി ഇറങ്ങി നിൽക്കുന്നത്. അതിന്റെ എക്സാമ്പിളും കൂടെ ഓർത്ത് വെക്കുക, ലേഡീസ് ഫിംഗർ, കോട്ടൺ, അതുപോലെ ചൈന റോസ്, ഇതൊക്കെ എന്താണ്, ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈസ്റ്റ് ഡിവിഷൻ ആണ് കാണിക്കുന്നത്. അടുത്ത നോക്കാം, ഇംബ്രിക്കേറ്റ്. ഇംബ്രിക്കേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഒരെണ്ണം ഏറ്റവും ഉള്ളിലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും പുറമേ ആയിരിക്കും. ഇതിന്റെ ഉള്ളിലായിട്ടാണ്, ബാക്കിയെല്ലാം എന്താണ്, തോളോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക. അപ്പം ഒന്നെങ്കിൽ ഒരെണ്ണം ഏറ്റവും ഉള്ളിലായിട്ട്, അതായത് ഒരെണ്ണം ഏറ്റവും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരെണ്ണം ഏറ്റവും പുറമേറ്റും കാണാം, ബാക്കിയെല്ലാം തോളോട് കയറി നമ്മൾ ട്വിസ്റ്റഡിൽ കണ്ട പോലെ കാണാം. അപ്പൊ ഒരെണ്ണം ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക, അതെന്താണ്, എപ്പോഴും ഇംബ്രിക്കേറ്റ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിളും കൂടി ഓർത്ത് വെക്കുക, ഗുൽമോഹർ ആൻഡ് കാസിയ. ഓക്കെ, അപ്പം ഇംബ്രിക്കേറ്റ് ട്വിസ്റ്റഡ് മാറിപ്പോരുത്. ട്വിസ്റ്റഡിൽ എല്ലാം ഒരേപോലെ തന്നെ നിൽക്കാണ്. ഇംബ്രിക്കേറ്റ് അങ്ങനെ എന്താ പറയുക, അറേഞ്ച്മെന്റ് ഇല്ല, പകരം എന്താണ്, ഒരെണ്ണം ഏറ്റവും ഉള്ളിലും ഒരെണ്ണം ഏറ്റവും പുറമേ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇംബ്രിക്കേറ്റ് ആയിരിക്കും എന്ന് ഓർക്കുക. വെക്സിലറി പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, നോക്കാം, ഇതേപോലെ ഏറ്റവും പുറമെ ഒരെണ്ണം, പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് എന്തോർത്ത് വെക്കുക, ഒരു കൊട പോലെ, ഒരു കുടില് പോലെ നിൽക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഓർത്ത് വെക്കുക വെക്സിലർ എങ്കിൽ പാപ്പലോണീഷ്യസ്. അതിന്റെ എക്സാമ്പിൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം പേപ്പറിൽ വരുന്നതാണ്. ഏതൊക്കെ, നമ്മുടെ പി ഫ്ലവർ അല്ലെങ്കിൽ ബീൻ ഫ്ലവറിൽ അല്ലെ, നമ്മുടെ പാപ്പലോണീഷ്യസ് ഫാമിലിന്റെ ഫീച്ചർ ആണ് എന്താ ഈ ഒരു വെക്സിലറി ഈസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ചിലപ്പം ചോദിക്കാം. അപ്പൊ പി പ്ലാന്റ് അല്ലെങ്കിൽ ബീൻ ഫ്ലവേഴ്സിലാണ് ഇത് കാണുന്നതെന്നും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ ഇത് സെറ്റ് ആകും. അപ്പം നമ്മുടെ മോർഫോളജിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് മോർഫോളജി നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് വീണ്ടും കാണാം. ബൈ.